നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി എടുക്കുന്ന ലേബേഴ്സ് ആണോ? വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും മനോഹരമായ ഒരു വീടാവാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തണം. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ജേണി സെറ്റ് ചെയ്യണം. വീടുണ്ടാക്കുന്ന പ്ലോട്ടിലേക്ക് കടന്ന്, എൻട്രൻസ് ഗേറ്റ് കടന്ന്, സ്റ്റെപ്പ് കയറി, വീടിൻ്റെ അകത്ത് കയറി തിരിച്ചിറങ്ങുന്നത് വരെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് ഇമാജിൻ ചെയ്യണം. ഇത് ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് തരുന്ന റിക്വയർമെൻറ്റ് ആ ജേണിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, നിങ്ങളുടെ കരിയർ എന്താണ്, വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും എന്താണ്, അതിന് യോജിച്ച ഡിസൈൻ സ്റ്റൈൽ ഏതാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വീട് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. പ്ലോട്ടിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഓരോ മില്ലിമീറ്റർ സ്പേസും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇതിന് നമുക്ക് ഇനീഷ്യലി ചെയ്യാനുള്ളത് വീടിന്റെ മുഴുവൻ ഡ്രോയിങ്സ് ആൻഡ് ഡിസൈൻസും പ്രീ ഡിസൈൻസ് ആയിട്ട് നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ പ്രൊജക്റ്റുകളിൽ ഇത്രത്തോളം ഡ്രോയിങ്ങുകൾ നമ്മൾ ആദ്യമേ ചെയ്തു വെക്കും. ഇതിൽ വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ വീടിൻ്റെ അവസാനം വരെയുള്ള അവസാന ഡ്രോയിങ്ങുകൾ വരെ നമ്മൾ ആദ്യം ചെയ്തു വെക്കും. ഇതിൽ വീടിൻ്റെ എക്സ്റ്റീരിയർ വരും, ഇൻറ്റീരിയർ ഡിസൈൻ വരും, ലാൻഡ്സ്കേപ്പ് വരും, സ്ട്രക്ചറൽ ഡിസൈൻ വരും, MEP ഡിസൈൻ വരും. ഇത്രത്തോളം ഡ്രോയിങ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് ഓരോ പ്രൊജക്റ്റുകളും ആരംഭിക്കുന്നത്.